Hello friends, welcome to my YouTube channel Andro Creations. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് അഡ്വാൻസ് യൂസേഴ്സ്. ആരാണ് മൊബൈലിലെ അഡ്വാൻസ് യൂസേഴ്സ്? നിങ്ങൾക്ക് മൊബൈലിൽ ഒരു അഡ്വാൻസ് യൂസേഴ്സ് ആകാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ എന്താണ് ഈ അഡ്വാൻസ് യൂസേഴ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, മൊബൈലിനെ സംബന്ധിച്ച് അഡ്വാൻസ് യൂസേഴ്സ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മളെല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്ന വ്യക്തികളാണ്, എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു സാധാരണ ഒരാൾ മൊബൈൽ ഉപയോഗിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ഫോണിലേക്ക് ആഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ഫീച്ചേഴ്സിൽ കൊണ്ടുവന്നുകൊണ്ട്, അല്ലെങ്കിൽ കമ്പനിക്കാർ നൽകിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം അവരുടേതായ രീതിയിൽ മാറ്റങ്ങൾ ഫോണിലേക്ക് കൊണ്ടുവന്ന് ഫോൺ ഉപയോഗിക്കുന്ന വ്യക്തികളെയാണ് അഡ്വാൻസ് യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതൊരു സാംസങ് ഫോൺ, ഓക്കെ. ഈ ഒരു സാംസങ് ഫോണിന് സാംസങ്ങിൻ്റെതായ ഒരു UI ഇൻ്റർഫേസ് ഉണ്ട്. ആ UI ഇൻ്റർഫേസ് മാറ്റം വരുത്താൻ നമുക്ക് സാംസങ് കമ്പനിക്ക് അനുവദിക്കുന്നില്ല. കാരണം അവരുടേതായ യൂസർ ഇൻ്റർഫേസും അവരുടേതായ കുറച്ച് ഫീച്ചേഴ്സുകളും അവരുടേതായ കുറച്ച് ബ്ലോട്ട്വെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, കമ്പനിക്കാർ നൽകിയിരിക്കുന്ന കുറച്ച് ആപ്ലിക്കേഷനുകളുണ്ട്, സിസ്റ്റം ആപ്ലിക്കേഷൻസ് എന്ന് പറയും. അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാനൊന്നും നമുക്ക് സാധിക്കത്തില്ല, കാരണം കമ്പനിക്കാർ അതിന് അനുവദിക്കുന്നില്ല. നമ്മളൊരു പൈസ കൊടുത്ത് നമ്മളൊരു ഫോൺ വാങ്ങിച്ചു, പക്ഷേ ആ കമ്പനി നമ്മൾ വാങ്ങിച്ചാലും അവർ പറയുന്ന രീതിയിൽ മാത്രമേ നമുക്ക് മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഒരു സാംസങ്ങിൻ്റെ ഫോൺ വാങ്ങിച്ചു, സാംസങ് കമ്പനിക്കാർ പറയുന്നു നിങ്ങൾ ഇത്രയും മാത്രം ചെയ്താൽ മതി, ഈ ഫോണിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ, ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്ന് കമ്പനിക്കാർ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിമിറ്റ് അനുസരിച്ച് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ആ ലിമിറ്റിന് മറികടന്ന്, കാരണം ആ ലിമിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് ലോക്കിങ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിലുണ്ട്. ഇതിൽ കൂടുതൽ നമ്മുടെ ഫോണിലൊന്നും ചെയ്യാതിരിക്കുന്നതിന് കമ്പനിക്കാർ തന്നെ ലോക്കിങ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലോക്കിംഗ് സംവിധാനം നമ്മൾ പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം കമ്പനിക്കാർ നൽകിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സുകൾ, കമ്പനിക്കാർ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും നമുക്ക് ഈ ഫോണിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുന്ന വ്യക്തികളെയാണ് അഡ്വാൻസ് യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്ലോട്ട്വെയർ എന്ന് ഞാൻ പറഞ്ഞു ചില ആപ്ലിക്കേഷൻസുകൾ, ചില സിസ്റ്റം ആപ്ലിക്കേഷൻസുകൾ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തില്ല. അൺഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷനെ നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷനിൽ കാണത്തില്ല. എന്നാൽ നമുക്ക് നമ്മുടെ ഫോൺ അൺലോക്ക് ചെയ്തിട്ട് ശേഷം നമുക്ക് ഫോണിൽ ഏതൊരു ആപ്ലിക്കേഷൻ, ഏതൊരു കാര്യങ്ങളും നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ യൂസർ ഇൻ്റർഫേസ് മാറ്റാൻ സാധിക്കും. ഇപ്പോൾ ഇതൊരു സാംസങ് ഫോൺ ആണെങ്കിൽ സാംസങ്ങിൻ്റെ ഒരു യൂസർ ഇൻ്റർഫേസ് ഉണ്ട്, അത് മാറ്റി നമുക്കൊരു റെഡ്മിയുടെ അല്ലെങ്കിൽ ഒരു MIയുടെ അല്ലെങ്കിൽ ഒരു മറ്റേതെങ്കിലും ഒരു ഫോണിൻ്റെ യൂസർ ഇൻ്റർഫേസ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കും. സോഫ്റ്റ്വെയർ തന്നെ ഒരുപാട് ചേഞ്ചസ് വരുത്തുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആപ്ലിക്കേഷൻസുകൾ അകത്ത് പോയി കയറിയിട്ട് അതിൻ്റെ മാറ്റങ്ങൾ വരുത്തുവാനുള്ള സോഫ്റ്റ്വെയറൊക്കെ നമുക്ക് ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഒരു ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വഴി ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിനൊന്നും കമ്പനിക്ക് നമുക്ക് പെർമിഷൻ നൽകുന്നില്ലെങ്കിൽ പോലും നമുക്ക് ഒരു അഡ്വാൻസ് യൂസേഴ്സിനാവാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ഫോൺ അൺലോക്ക് ചെയ്തതിന് ശേഷം, അൺലോക്ക് ചെയ്യുക എന്ന് പറയുന്നത് ബൂട്ട്ലോഡർ അൺലോക്കിംഗ്, റൂട്ടിംഗ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്ത ശേഷം നമുക്ക് ഫോണിലേക്ക് പല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പതിയായിട്ട് പറഞ്ഞുതരാം. ഓരോന്നിനെക്കുറിച്ചും ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ, അത് എങ്ങനെയാണ് ചെയ്യണം, അതിനെക്കുറിച്ചൊക്കെ വീഡിയോസുകൾ വരുന്നതിനെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ